വെൽക്കം ബാക്ക് ടു മല്ലൂസ് കഫേ. മല്ലൂസ് കഫേയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും ഒരു കുട്ടി റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു കുട്ടി ഷേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീടുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഡയറി മിൽക്ക് വെച്ചിട്ടൊരു ഷേക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയും അതിനകത്ത് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. മല്ലൂസ് കഫേയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡയറി മിൽക്ക് വെച്ചിട്ടൊരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഫസ്റ്റിലെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഡയറി മിൽക്കിൻ്റെ ഒരു പാക്കറ്റാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ഡയറി മിൽക്കാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നീട് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു കവർ പാല്, അത് നല്ലതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ച പാലായിരിക്കണം, കട്ടപ്പാലായിരിക്കണം. പിന്നീട് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഷുഗർ തികച്ചും ഓപ്ഷണലാണ്. 1.5 ടീസ്പൂൺ ഷുഗർ. അത് ഓപ്ഷണലാണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് ഓൾറെഡി നല്ല മധുരമുള്ളതാണ്. മധുരം ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് 1.5 ടീസ്പൂൺ അളവിൽ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സിറപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വാനില ഐസ്ക്രീം വേണം. അപ്പോൾ ഐസ്ക്രീം ഞാൻ ഇപ്പോഴും ഫ്രീസറിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഷേക്കൊക്കെ റെഡിയാക്കി നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്ന ആ ടൈമിൽ നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നീട് ലാസ്റ്റിൽ അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2-3 ചെറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറി മിൽക്കിൻ്റെ ഷേക്ക് റെഡിയാക്കുന്ന റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ മിക്സറിൻ്റെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ഡയറി മിൽക്കിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തുനിന്ന് കുറച്ച് പീസ് നമുക്കിതിലേക്ക് മുറിച്ചിടാം. ഇപ്പോൾ ഡയറി മിൽക്കെല്ലാം നമ്മൾ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ അളവിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ടപ്പാലാണ്. അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കവറൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ പാലൊക്കെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല കട്ടപ്പാലായത് കാരണവും അതുപോലെ മിക്സിയിൽ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കേണ്ടതായതുകൊണ്ടും ചെറിയ പീസസ് ആയിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ മിക്സറിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഷേക്ക് ഇവിടെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പാലും ഡയറി മിൽക്കും പഞ്ചസാരയും എല്ലാം നല്ലതുപോലെ നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കുറച്ച് സിറപ്പ് നമ്മൾ ഇതിലേക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടി ജസ്റ്റ് നമ്മൾ ആദ്യം ഈ സിറപ്പ് ഒന്ന് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സിറപ്പ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയറി മിൽക്കിൻ്റെ ഷേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടായിരിക്കും എന്താണ് ഈ ഷേക്ക് ഇത്രയും കുറുകിയിരിക്കുന്നതെന്ന്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല കട്ടപ്പാലാണ്. ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച നല്ല കട്ടപ്പാലാണ്. നിങ്ങൾക്കിതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂപ്പും കൂടി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ടോപ്പിലായിട്ട് നമ്മൾ ഐസ്ക്രീമും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെറിയൊരു പീസ് വെച്ച് കൊടുക്കാം. ചെറിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു 2 പീസ് ഡയറി മിൽക്കും കൂടി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമേറിയ ഡയറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും താങ്ക് യു.